എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കേരളം ഇന്നിപ്പോൾ കിഫ്ബിയുടെ ഒരു കരാളഹസ്തത്തിൽപ്പെട്ട് ഉഴലുകയാണ്. ഇവിടെ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന മുതൽ കിഫ്ബി ഏതാണ്ട് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കണക്ക് ഒരു വിളക്കാണെന്നും കേരളത്തെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചറും കേരളത്തിൻ്റെ മൊത്തം രൂപഘടനയും മാറ്റിമറിക്കാനായിട്ട് പറ്റുന്ന ഒരു ഏതാണ്ട് അതീന്ദ്രിയ ശക്തിയുള്ള ഒരു ഉപാധിയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ കിഫ്ബി കൊണ്ടുവന്നത്. പക്ഷേ കിഫ്ബി സ്വന്തമായിട്ട് കിഫ്ബിക്ക് ഫണ്ടൊന്നുമില്ല. പെട്രോളിൻ്റെ മറ്റേ സെസ്സും ഖജനാവിൻ്റെ ബജറ്റ് വിഹിതവും എല്ലാം കൊണ്ടാണ് ഈ കിഫ്ബി പ്രവർത്തിക്കുന്നത്. അത് കിഫ്ബി വരുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്ന പോലെ തന്നെ ഇപ്പോഴും നടക്കുന്നുള്ളൂ. പിന്നെ ഇത് ഈ ഭയങ്കര സാലറിയിൽ ഈ റിട്ടയേർഡ് IAS ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കുടിയിരുത്തി ഓരോരോ ഉഡായിപ്പ് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. നമ്മൾ കിഫ്ബി നേരത്തെ തന്നെ ഞാൻ കിഫ്ബിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ റോഡിൽ കിഫ്ബി വഴി പണം ചിലവാക്കി പണിയുന്ന റോഡിൽ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ടോൾ കൊടുക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പം സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ടോൾ വിഷയത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരവും പ്രസ്താവനകളും എല്ലാം കൊണ്ട് ഓടി നടന്നവരാണ് ഈ LDFകാർ. നമുക്കറിയാം പാലിയക്കര ടോൾ പ്ലാസയിലൊക്കെ DYFIക്കാരാണ് സമരം നടത്തി അതെല്ലാം അടിച്ചു തകർത്ത് നാശകോശമാക്കിയത്. ഇപ്പം അവർ എന്തെല്ലാം പദ്ധതികളെ അവർ എതിർത്തിരുന്നു അതെല്ലാം വേറൊരു പേരിലൂടെ ആവിഷ്കരിക്കുകയാണ് ഈ LDF സർക്കാരിൻ്റെ പുതിയ നയം. ഇപ്പം തന്നെ ഈ റോഡിൻ്റെ ടോളെന്നല്ല പേരിട്ടിരിക്കുന്നത്, യൂസർ ഫീ എന്നാണ് പേരിട്ടിരിക്കുന്നത്. വേറൊരു പേര് ഇപ്പം ഹയർ സെക്കൻഡറി കൊണ്ടുവന്നത് പോലും ഈ +2 എന്നുള്ള പേര് ഇവർ മാറ്റിയതാണല്ലോ. അവർ ആദ്യം UDF സർക്കാർ വന്നപ്പോഴത്തേക്കും വേറൊരു പേരിലാണ് തുടങ്ങിയത്. പക്ഷേ ഇവർ വന്നപ്പോഴത്തേക്കും അത് +1 +2 ആക്കി. അതോടുകൂടെ സമരവും തീർന്നു എന്ന് പറഞ്ഞാണ്. ഇപ്പം വിദേശ വിദ്യാഭ്യാസ രംഗത്ത് വിദേശ സഹകരണം കൊണ്ടുവന്നു. നമുക്കറിയാം നമ്മുടെ ആ ശ്രീനിവാസ സാറിനെയൊക്കെ വഴിയിലിട്ട് തല്ലിയതാണ് ഇവർ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ. ഒരു വിദേശ സഹകരണത്തോടെ വിദ്യാഭ്യാസ രംഗം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് UDF സർക്കാർ കൊണ്ടുവന്ന ഒരു പരിപാടികൾക്ക് ഉപോത്ബലകമായിട്ടൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് ശ്രീനിവാസ സാറ്. അദ്ദേഹത്തിനാണ് വഴിയെ തള്ളിയിട്ട് ഒരു വയോധികനായി അദ്ദേഹത്തിനെ വഴിയെ തള്ളിയിട്ട് അടിച്ച് പൊട്ടിച്ചത്. അവരാണിപ്പോൾ കോൺക്ലേവായിട്ട് നടത്തുന്നത്. വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ കോൺക്ലേവായിട്ട് നടക്കുകയാണിപ്പം. എന്ന് പറഞ്ഞാൽ ഇവരെ എതിർത്തതിനെല്ലാത്തിനും ഇവർ പിന്നെ രണ്ടാമത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഇപ്പം ബ്രൂവറി കമ്പനി തന്നെ പാലക്കാട് ഭൂഗർഭ ജലം ഊറ്റുന്ന പെപ്സി, കൊക്കക്കോള കമ്പനികൾക്കെതിരെ നഖശിഖാന്തം സമരം ചെയ്ത് അവരെ പൂട്ടിച്ച ആൾക്കാർ ഇപ്പം അതിനേക്കാളും കൂടുതൽ വെള്ളം ഊറ്റുന്ന ബ്രിവറേജ് കമ്പനി തുടങ്ങാനായിട്ട് ഒത്താശ ചെയ്യുകയാണ്. അതിന് സകല വിധത്തിലുള്ള വഴിവിട്ട സഹായങ്ങളും നൽകുകയാണ്. അതേപോലെ തന്നെയാണ് ഈ റോഡിൻ്റെ ടോൾ പിരിക്കുന്നത്. ഇവർ എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ടോൾ പിരിക്കുന്നതിന് എതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ. ഇപ്പം ഇവർ പറയുന്നത് കിഫ്ബിക്ക് അല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, കിഫ്ബിക്ക് നഷ്ടമാണ്, അപ്പോൾ കിഫ്ബിയെ ലാഭത്തിലാക്കണമെങ്കിൽ ഇങ്ങനെ ടോൾ പിടിച്ചെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഉളുപ്പില്ലാത്ത ഒരു വർഗം വേറെ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ ടോട്ടലായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ CPM ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവിടെ ഒരു സൂക്തം പറയുകയുണ്ടായി. അതായത് അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ അനുഭവിച്ച് തീരൂ എന്ന് ഒരു മഹത്തായ
ബാക്കി ഉരുവിട്ടിട്ടാണ് അദ്ദേഹം പോയത്. അതാണ് ശരി. അതായത് നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. നമ്മൾ വോട്ട് ചെയ്ത് പോയില്ലേ, അതുകൊണ്ട് നമ്മളത് അനുഭവിച്ച് തന്നെ തീരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാർട്ടൂണിലേക്ക് കടക്കാം. എല്ലാവരും അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇത് വീഡിയോയിലോട്ട് കടക്കാം.